ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ ഇ എം ഐയിൽ നമ്മൾ ഫോണൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് യവന്മാർ നമ്മുടെ OTG കണക്ഷൻ അതുമായിട്ടുള്ളതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് തരുന്നത്. OTG എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ ഡെവലപ്പർ ഓപ്ഷൻ ഓണാക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിവിടെ നമ്മളിവിടെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമ്മുടെ മൊബൈലിൻ്റെ എബൌട്ട് ഫോൺ എന്നുള്ളത് അതിൽ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ബിൽഡ് നമ്പർ, ഹാർഡ്വെയർ അങ്ങനെയൊക്കെ ഉള്ളത് കാണിക്കും. ബിൽഡ് നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ്, സാധാരണ നമ്മൾ മൊബൈൽ വാങ്ങിക്കുമ്പോഴത്തേക്ക് 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയി വരികയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗെയിം കളിക്കുന്നതിലൊക്കെ ഇപ്പോൾ ഹീറ്റിംഗ് പ്രോബ്ലങ്ങളൊക്കെ ഓഫാക്കാൻ വേണ്ടി എനബിൾ GPU ലെയേഴ്സൊക്കെ ഓൺ ആക്കിയിടാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് ആക്സസ് ചെയ്യാനുള്ളൊരു പെർമിഷനൊന്നും ഇപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ഈ മൊബൈൽ എടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തെ EMIയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞോട്ടേ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അതായത് ഒരു കമ്പനി ഇറക്കുന്ന പ്രോഡക്റ്റ്, ഇപ്പോൾ എൻ്റെ ഒരു വിവോയാണ് ഇരിക്കുന്നത്. ഈ വിവോ ഇറക്കുന്ന പ്രോഡക്റ്റ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ബ്ലോക്ക് ചെയ്ത് വയ്ക്കാനുള്ള ഒരു അധികാരവും ഇവർക്കില്ല. കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോൺ എത്ര രൂപയുടെ ഫോണാണ് വാങ്ങിക്കുന്നത് അതിൻ്റെ 4 ഇരട്ടി നമുക്ക് നഷ്ടപരിഹാരം അവർ തരേണ്ടി വരും. പക്ഷേ ഇതിൽ വേറൊരു ചതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണേൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്മളതൊന്ന് വായിച്ച് നോക്കാതെ അങ്ങ് സൈൻ ചെയ്ത് എല്ലാം റെഡിയാക്കി അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇതിലൊക്കെ നമുക്ക് സൈൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. പിന്നെ വേറെ കാര്യം കൂടെ പറയാം. പറയുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അവരെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ടേ പോകുന്നതാണെങ്കിൽ നമ്മൾ പറയാം എനിക്ക് ആ സൈൻ ചെയ്യാൻ തന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, വെറും ബ്ലാങ്ക് ആയിരുന്നു, പിന്നീട് ഇതെല്ലാം പ്രിൻറ്റ് ചെയ്ത് കയറ്റിയതെന്നൊക്കെ പറഞ്ഞ് വാദിക്കാം. അങ്ങനെയൊക്കെ വാദിക്കാം. പക്ഷേ അവിടെ CCTV ഉണ്ടെങ്കിൽ നിങ്ങൾ പെടും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാനായിട്ട് പോകണ്ട. പിന്നെ ഇതിനെക്കുറിച്ചൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സെറ്റിങ്സിനകത്ത് പോയിട്ട് നമ്മൾ ഫോൺ റീസെറ്റ് ചെയ്യില്ലേ, ഫോൺ ഫുള്ളായിട്ട് അങ്ങ് റീസെറ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ ഫോണിനകത്തുള്ള എല്ലാ സംഭവങ്ങൾ റീസെറ്റ് ആയി അങ്ങ് പോകും. അപ്പോൾ അതിനകത്ത് പിന്നെ ആഡ് ചെയ്യുന്ന മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷോപ്പിൽ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാരണവശാലും ആ ഒരു മെയിൽ ID അതിനകത്ത് ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഏത് മെയിൽ ID ആണോ കൊടുക്കുന്നത്, നമ്മൾ ഫോൺ വാങ്ങിച്ചിട്ട് ഈ 6 മാസത്തിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി ഫസ്റ്റ് ഏത് മെയിൽ ID ആണോ കൊടുക്കുന്നത് ആ മെയിൽ ID ആയിട്ട് അവർ ലോക്ക് ചെയ്തേക്കാണ്. ആ ലോക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. നമുക്ക് അവിടെ ഇമെയിൽ IDയും എല്ലാം അവിടെ വാങ്ങിച്ച് വെച്ചിട്ടാണ് നമുക്കെല്ലാം രജിസ്റ്റർ ചെയ്ത് ഇതൊക്കെ തരുന്നത്. അപ്പോൾ അത് ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ പ്ലേ സ്റ്റോറിനകത്ത് കയറണമെങ്കിൽ ഈ ഫസ്റ്റ് കൊടുത്ത ഇമെയിൽ ID പാസ്വേഡ് കൊടുത്താൽ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ചെറിയൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പാസ്വേഡ് അല്ലാതെ വേറെ ഇമെയിൽ ID പാസ്വേഡും ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുക. വേറെ പ്രശ്നമൊന്നും വരാൻ പോണില്ല. ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കുമ്പോഴത്തേക്ക് അത് എന്നിട്ട് അതിന് ശേഷം എനേബിൾ ആവണമെന്നൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ അത് ചെയ്തില്ല. ഞാൻ ഫോൺ വാങ്ങിച്ചിട്ട് 2-3 ദിവസമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ടുള്ളൊരു എൻ്റെ ഒരു സഹോദരനുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞ ചേട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പേടിക്കുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് കൊടുത്തു പോകും, ചിലപ്പോൾ ക്ലിയർ ആവും. കാരണം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് കൊടുത്ത ഇമെയിൽ ID മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഡൗട്ടാണ്. കാരണം നമ്മൾ അവിടെ ആ ഷോപ്പിനകത്ത് അത് വാങ്ങിച്ച് വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഈ ഇമെയിൽ ID അവിടെ കറക്റ്റ് പിന്നെയും ഇതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ റീസെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെയും അതുപോലെ ലോക്ക് അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അവൻ പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ അല്ലാതെ ഈ ഫോണിൻ്റെ ലോക്ക് പൊട്ടിക്കാനുള്ള ഐഡിയൊക്കെ അവൻ്റെ കയ്യിലുണ്ട്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞാൻ അത് ലോക്ക് വേണമെങ്കിൽ ഞാൻ മാറ്റിത്തരാം. അവർ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, ടെക്നോ പാർക്കിലാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടടാ, ഇപ്പം തൽക്കാലം ഇങ്ങനെ പോട്ട് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 ഫോണുണ്ട്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോഴത്തേക്ക് ആ ഒരു ഫോണിനകത്ത് നമ്മൾ പുതിയ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്താൽ, അതായത് റീസെറ്റ് ചെയ്തതിന് ശേഷം പുതിയ ഇമെയിൽ IDയും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം നോക്കണം. ഇത് വേറെ ഇഷ്യൂ ഒന്നും വരാനില്ല. നമ്മൾ ലോഗിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫോണിനകത്ത് ആദ്യം കൊടുത്തിരുന്ന ഇമെയിൽ ID അടിച്ച് തന്നെ കയറിയാൽ മതി. ആദ്യം കൊടുത്തിരുന്ന ഇമെയിൽ പിന്നീട് ഒരു പുതിയ ഇമെയിൽ ID പാസ്വേഡും കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എനേബിൾ ആവുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മുടെ ഫോണിനകത്ത് നമുക്ക് എന്തെല്ലാം എനേബിൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആവും. പിന്നെ ഈ 6 മാസത്തേക്ക് ഇവന്മാർ ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇമെയിൽ ID പഴയ ഇമെയിൽ ID വെച്ചാണ് ലോക്ക് ചെയ്ത് തരുന്നതെങ്കിൽ നമ്മളത് അടിക്കുമ്പോഴത്തേക്ക് പിന്നെ അതുപോലെ തന്നെ ലോക്ക് ആവും. പക്ഷേ ഈ 6 മാസം, അതായത് EMI അടച്ച് 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഫുള്ള് ഇതെല്ലാം മാറും. പിന്നെ അവർക്കതൊരു ഇതില്ല. പിന്നെ നമ്മുടെ ഈ പ്രൈവസിക്കകത്ത് ഒരു ബാങ്കുകാർക്കും കയറി ഇടപെടാനുള്ള ഒരു ഇതും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഈ പേപ്പറൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് പ്രശ്നം. ഇത് മിക്കവാറും എന്തെങ്കിലും ഇഷ്യൂ ആവും പിന്നീട്.
പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ OTGയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട്, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്ത് എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ, ടെതർ ചെയ്തല്ലേ നമ്മൾ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറിലൊക്കെ എടുക്കുന്നത്. പക്ഷേ അതെല്ലാം ഓക്കെയാണ് കേട്ടോ, ചാലുവാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കമ്പ്യൂട്ടറിൽ നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഈ ഒരു നമ്മുടെ ഫോണിൻ്റെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ മെമ്മറിയും ഫോൺ മെമ്മറി അതിനകത്തോട്ട് ആക്സസ് ചെയ്ത് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല എന്നുള്ളൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.